അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ സിംഗിൾ സപ്ലൈ കാർ സ്റ്റീരിയോ, ഓട്ടോറിക്ഷ, ചെറിയ പി സിയിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ സിംഗിൾ സപ്ലൈ ഒരു BTയുടെ ഒരു സർക്യൂട്ടാണ്. ഇത് ബഫർ ഉപയോഗിച്ചും ബഫർ ഇല്ല ഇതുപോലെയും ചെയ്യാം. ഓട്ടോറിക്ഷ ആഡിയോ, കാർ ആഡിയോ, സിംഗിൾ സപ്ലൈ 2.1 നല്ലൊരു BTയാണ്. പെർഫോമൻസ് അധികം വലിയ ബാസൊന്നുമല്ല, ക്ലാസ് A ആണ്. അതുകൊണ്ട് തന്നെ വലിയ അലർച്ചയും ബഹളമൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് ഇത് ക്ലാസിക്കായിട്ടുള്ള പാട്ടൊക്കെ കേൾക്കാൻ പറ്റിയൊരു BTയാണ്. സർക്യൂട്ട് പറഞ്ഞുതരാം. സാധാരണ BC 558, 57, 18, 15 ഒക്കെ ആയിട്ടുള്ള BT നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഇത്തി കൂടെ നല്ല ബേസും ക്ലാരിറ്റിയും നല്ല സീറോ ഓഫ്സെറ്റും ഉള്ളൊരു നല്ല സർക്യൂട്ടാണ് 5551. ഹെവി ആംപ്ലിഫയറിൻ്റെ എല്ലാം ഇൻപുട്ട് സെക്ഷനിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്ററാണ്. ഇത് ഞാൻ ചെറിയ വ്യത്യാസം വരുത്തിയതാണത്, പക്ഷേ ഇത് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 15 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു 560 ഓംസ് റെസിസ്റ്റൻസർ കൊടുത്തതിന് ശേഷം ഒരു 16 വോൾട്ട് 15 ലോഡ് ചെയ്ത് ഇവിടെ ഒരു 1000 കൊടുത്തോ, അപ്പോൾ നല്ല ഫിൽറ്റർ കിട്ടും, നല്ല സ്റ്റോറും ആവും. അതിനുശേഷം വീണ്ടും ഒരു ലോഡ് 100 ഓംസ് മതി. ഇവിടെയാണ് കണക്ട് ചെയ്യാനുള്ള സപ്ലൈ. ഔട്ടിലേക്കായിട്ട് 63 ആയാലും 47 ആയാലും കുഴപ്പമില്ല. ഇത് കളക്ടർ വോൾട്ടേജിലെ DC ബ്ലോക്ക് ചെയ്യാനാണ് ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഫീഡ്ബാക്കിന് 100 UF തന്നെ വേണം, എങ്കിലേ നല്ലൊരു ടൈറ്റ് കിട്ടത്തുള്ളൂ. സാധാ എമിറ്റർ ഡയറക്റ്റാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇതിൽ കപ്പാസിറ്റർ കപ്പിൾഡ് ആണ്, ഇവിടെ നെറ്റ്വർക്കാണ്. ഈ 22 മാറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ 100 ആക്കാം, എങ്കിൽ ഇത്തിരി കൂടെ ഗെയിൻ കിട്ടും. ഈ 1.2 എന്ന് പറയുന്നത് 1K ആക്കാം, 220 ഓംസ് ആക്കാം, വേണമെങ്കിൽ 2K2 വരെ കൊണ്ടുപോകാം. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് നെറ്റ്വർക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇവിടെ ബേസ് വോൾട്ടേജ് കൊടുത്തേക്കുന്നത് 220K ആണ്. 180 ആണ് BC 548 ഉപയോഗിക്കുന്നത്. ഇവിടെ 47 BC 548 ഉപയോഗിക്കുന്നത്, ഇവിടെ 39K. എന്നാലിത് കറക്റ്റ് ഒരു ക്ലാസ് A കറക്റ്റ് ഒരു ബയാസിങ് ആവും. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24K ആണ് ഇവിടെ ബേസിൻ്റെ സെൻറ്ററിൽ വരുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. ഒരു 22Kയും ഒരു 1K 8 ഇട്ടാൽ മതി, അത് പരിഹരിക്കാം. ഫീഡ്ബാക്ക് 56 NF ആണ്, കാണാമല്ലോ അല്ലേ? ഫീഡ്ബാക്ക് 56 NF. ഫീഡ്ബാക്ക് മൈനസ് ഫീഡ്ബാക്ക് വോയിസ് സ്റ്റോർ ചെയ്യാനായിട്ട് 68 NF മുതൽ 100 വരെ ഉപയോഗിക്കാം. അതായത് നമ്മൾ ബേസ് കുറച്ചാലുള്ള മൈനസ് ഫ്ലാറ്റ് വോയിസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കപ്പാസിറ്റർ. വീണ്ടും സെൻറ്റർ, ബേസിൽ നിന്ന് സെൻറ്റർ പോയിൻ്റാണിത്. താഴെ ട്രിബിളിന് 6.8K. ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഒരു 560 ഓംസ് ലോഡ് ചെയ്തതിന് ശേഷം 1.5 NF. ഇത് കൂടി പോയല്ലോ, എനിക്ക് അടഞ്ഞു പോകും. ഔട്ട് സെക്ഷനിൽ വരുമ്പോഴത്തേക്കും ഇവിടെ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 2.7 NF. 2K2 ആയാലും 3K3 ആയാലും സംഗതി ചീറ്റി പോകും. എന്നുവെച്ചാൽ ഒരു കീ വോയിസ് വരും. ബേസിൻ്റെ ഔട്ട് വോയിസ് വരുന്നത് 5K6 ആണ്, 5.6K ആണ്. അപ്പോൾ ഇത്രയും ബഫർ ഇല്ലാതെ നമ്മുടെ BT സെക്ഷൻ ആയി കഴിഞ്ഞു. ഡൗട്ടില്ലല്ലോ? ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇനി ഇത് ബഫർ എന്നാണ് വിളി. അതിന് BC 557, 551 ഉപയോഗിക്കാം. വോൾട്ടേജ് ഡിവൈഡർ സെക്ഷനിൽ 120K, 220K ബേസ് സെക്ഷൻ. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ഇതാണ് നമ്മുടെ ബഫർ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. അവിടെ ഒരു റെസിസ്റ്റർ ലോഡ് ചെയ്യും, ഒരുപാടായി പോയില്ല, എനിക്ക് സിഗ്നൽ ലോസ് ആവും. ഇവിടെ ഒന്നുകിൽ ഒരു 1MFD നോൺ പോളാർ ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 UF 63 വോൾട്ട് ഉപയോഗിക്കണം. ഇനി BT ഔട്ട്, അതായത് സെൻറ്റർ പോയിൻ്റ് കൊടുക്കുന്നതാണ്. ഇവിടെ ഒന്നുകിൽ ഇവിടെ പ്രീസെറ്റ് ഇട്ട് വേരി ചെയ്യാം നമുക്ക്. എമിറ്ററിൽ ഒരു 4K7 ഉപയോഗിച്ചിട്ട് ഒരു കപ്പാസിറ്ററാണ്
പൊതുവേ ബഫറിലോട്ട് കണക്ട് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പ്രീസെറ്റ് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു സിംഗിൾ സപ്ലൈ. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഫീഡ്ബാക്ക് കൺട്രോളിൻ്റെ അപ്പുറം സൈഡിൽ ഇട്ടിട്ട് ഈ രീതിയിലും ചെയ്യാം. ഇത് 39 NF മുതൽ 68 വരെ കൊണ്ടുപോകാം. അതിൽ കൂടുതലായ ബേസ് കൊണ്ട് ഫ്ലാറ്റായി പോകും. നിങ്ങളുടെ ഇഷ്ടം പോലെ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അതാണ് സർക്യൂട്ട്. ഇവിടെ ഫീഡ്ബാക്ക് കണക്ട് ചെയ്യാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഫീഡ്ബാക്ക് എന്താണെന്ന് പറഞ്ഞു തരാം. നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഔട്ട്പുട്ട് വരും കളക്ടറിൽ. ഈ ഔട്ടിൻ്റെ ഒരു ഭാഗം ഇൻപുട്ടിൽ കണക്ട് ചെയ്ത് ഈ സിഗ്നലിനെ സ്ട്രെങ്ത് ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്ന് പോയിട്ടുള്ള സംഭവം കറക്റ്റാണോ എന്ന് അറിയാനായിട്ട് ഒരു സിഗ്നൽ. ഈ ഫീഡ്ബാക്ക് എത്രത്തോളം ടൈറ്റ് ആകുമോ അത്രത്തോളം വോയിസ് ഇവിടെ ഹാർഡാവും. അങ്ങനെയാണ് ബേസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് ഹാർഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്ററൊക്കെ ഉപയോഗിച്ച് അതിനെ ബാലൻസ് ചെയ്ത് നമ്മളൊരു വാസ്റ്റബിൾ ആക്കുന്നത്. ഓക്കെ.